വയനാട് പുൽപ്പള്ളിയിൽ ഭീതി വിതച്ച കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തം. പ്രദേശവാസികൾ ഡിഎഫ്ഒയെ തടഞ്ഞു. വനംവകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലെന്നാണ് വിമർശനം. അതേസമയം തിരച്ചിൽ തുടരുന്നതിനിടെ അമരക്കുനിയിൽ വീണ്ടും കടുവയുടെ ആക്രമണമുണ്ടായി. പ്രദേശവാസിയുടെ ആടിനെ ആക്രമിച്ചു കൊന്നു. നാട്ടുകാർക്ക് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അരമണിക്കൂറിനുള്ളിൽ പോസ്റ്റുകാർ എത്തി. പക്ഷേ അവർ വന്ന് അവരെ കൊണ്ട് പറ്റുന്നൊക്കെ നോക്കി. പക്ഷേ കടുവ താഴെ ഉണ്ടായിരുന്നു, അവർക്ക് വെടിവെക്കാൻ പറ്റിയില്ല. അതെന്ത് കാരണം എന്നറിയത്തില്ല. ഞങ്ങൾ ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞു രാത്രി വെടിവെക്കാൻ പറ്റില്ല, രാത്രി കടുവനെ വെടിവെക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. കടുവ താഴെ കിടപ്പുണ്ടായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അത് ഞങ്ങളോട് പറഞ്ഞതാ. ഇങ്ങനെ നാലെണ്ണത്തിന് തിന്നു. എന്നിട്ട് പോലും ഇതുവരെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആർക്കും ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഒരു നേതാക്കന്മാർക്കും ചെയ്യാൻ പറ്റിയില്ല, ഒരു പോസ്റ്റർമാർക്കും ചെയ്യാൻ പറ്റിയില്ല, ആർക്കും ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മളിതേപ്പറ്റി ഇതിന് നഷ്ടപരിഹാരം കൊടുക്കണം, അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് പൈസ കൊടുക്കണം. ചെക്കായി അവരുടെ മൊബൈലിലായി അങ്ങനെയൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. ദീപക് മോഹൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ദീപക് മോഹൻ, ഇനിയും കടുവയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂടൊരുക്കി കാത്തിരിക്കുന്നതിനപ്പുറം മയക്കുവെടി വെക്കുന്നതിനുള്ള എന്തെങ്കിലും നീക്കം ഉണ്ടാകുന്നുണ്ടോ അവിടെ? സുജിയ പർവതി, നിലവിൽ ഒരാഴ്ചയോളമായി അമരക്കുനിയിലും സമീപ പ്രദേശങ്ങളിലും കടുവാ ഭീതി ഒഴിയാതെ തന്നെ നിൽക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ വളർത്തുമൃഗങ്ങളെ കടുവ പിടികൂടുന്നു. ഇന്ന് പുലർച്ചെയും കടുവ ഈ സമീപ പ്രദേശത്ത് ഊട്ടിക്കവല എന്ന് പറയുന്ന സ്ഥലത്തുള്ള പായിക്കണ്ടത്തിൽ ബിജുവിൻ്റെ വീട്ടിലെ ആടിനെ കടുവ പിടികൂടിയിരുന്നു. മയക്കുവെടി സംഘം സജ്ജമാണ്. ഇന്നലെയൊക്കെ കുങ്കിയാനകളെ എത്തിച്ച കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. 4 കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം 30ഓളം ക്യാമറകളും ഈ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സമീപത്തെ പ്രദേശങ്ങളിലാണ് അല്പം മുൻപ് വലിയ തോതിലൊരു പ്രതിഷേധമുണ്ടായത്. നിലവിൽ മയക്കുവെടി സംഘം ഇവിടെ സജീവമായി തന്നെ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്, കടുവയ്ക്കായുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിലവിൽ സൗത്ത് വയനാട് ഡിഎഫ്ഒ അജിത് രാമൻ്റെ നേതൃത്വത്തിലാണ് ഈ മയക്കുവെടി ദൗത്യം പുരോഗമിക്കുന്നത്. നമ്മളോടൊപ്പം ഈ ദൗത്യത്തിൽ ചുമതല വഹിക്കുന്ന റേഞ്ച് ഓഫീസർ രാജീവ് കുമാർ സാർ ചേരുന്നുണ്ട്. സാർ, ഇപ്പോൾ എന്താ നിലവിലെ സ്റ്റാറ്റസ്? നമ്മൾ കടുവയെ നിരീക്ഷിച്ച് വരുന്നുണ്ട്. കടുവയുടെ ലൊക്കേഷൻ ഇപ്പോഴെവിടെയാണെന്ന് കാണുന്നില്ല. കടുവയുടെ ലൊക്കേഷൻ കാണുന്ന ആ സമയത്ത് ഡാർട്ടിങ്ങിനുള്ള നടപടികൾ ഡോക്ടറുടെ നേതൃത്വത്തിൽ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ പ്രദേശവാസികൾക്കൊക്കെ ഒരു ആരോപണമുണ്ട്, അതായത് കടുവയെ മയക്കുവെടി വെക്കാതെ കൂട്ടിലേക്ക് തെളിച്ചു കൊണ്ടുവരുന്നതുകൊണ്ടാണ് കടുവാ ദൗത്യം വൈകുന്നതെന്ന് പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇല്ല, അതിലൊന്നും ഇല്ല. നമ്മൾ ആ കൂട്ടിൽ കയറും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇതുവരെ. കൂട്ടിൽ കയറുമെന്നുള്ള വിശ്വാസം അവിടെ വനംവകുപ്പിനുണ്ട്. എന്നാൽ ആടിനെ ആക്രമിച്ചു, അടുത്തത് ആളിനെ ആക്രമിക്കുമോ എന്ന ആശങ്ക അവിടെയുള്ള അമരക്കുനിക്കാർക്കുണ്ട് എന്നതുകൂടി അധികൃതർ കണക്കിലാക്കേണ്ടതുണ്ട്. താങ്ക് യു ദീപക്.